അപ്പൊ താങ്കൾ ഒരു അഡ്മിൻ ആണല്ലോ അല്ലേ? ഓക്കെ. ഇവിടെ ഒരു അഡ്മിന്റെ ആവശ്യം എന്താണ്? പെയ്ഡ് ആയിട്ടുള്ള റിട്ടയർമെന്റ് ഹോമാണ് ഞങ്ങളുടേത്. നമ്മൾ ഈ പൈസ കൊടുത്ത് ഇങ്ങനെയുള്ള ആൾക്കാരെ താമസിപ്പിക്കുക അതല്ലേ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല സാർ. അങ്ങനെയല്ല. ഇതിനകത്ത് ആദ്യം സാർ പറഞ്ഞതുപോലെ സമൂഹത്തിൽ കുറച്ച് ഉന്നത ശ്രേണിയിലുള്ള ആളുകളുണ്ടല്ലോ. അതായത് അവർക്കും മക്കളുണ്ട്. സപ്പോസ് ഇപ്പൊ എന്റെ മോനോ അല്ലെങ്കിൽ പല ഇപ്പൊ ഉണ്ടാവുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള മക്കളൊക്കെ അണുകുടുംബങ്ങളാണ്. ഒരാളുണ്ടാവുള്ളൂ. അയാള് പഠിച്ച് അന്ന് തന്നെ വിദേശത്ത് പോവാണ്. അതായത് +2 കഴിഞ്ഞിട്ട് അയാൾ ഉണ്ടാവില്ല. മീൻസ് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അവർ വിദേശത്തേക്ക് പോവാണ്. അപ്പൊ ഈ പറയുന്ന അച്ഛനും ഇപ്പൊ എന്റെ വൈഫും ഞാനും മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾക്ക് പിന്നെ വേറെ ആരും ഇല്ല. ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന ഒരു അവസ്ഥയിൽ അവരിങ്ങനെയുള്ള റിട്ടയർമെന്റ് ഹോംസിനെ ആശ്രയിച്ചേ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കേരളത്തിൽ സംഭവിക്കുന്ന മെയിൻ ഒരു പ്രശ്നം അതാണ്. ഇപ്പൊ കോവിഡ് പോലെയുള്ള ഒരു ഇഷ്യൂ വന്നു. അപ്പോഴാണ് ഈ റിട്ടയർമെന്റ് ഹോമിന്റെ ഒരു പ്രാധാന്യം ഞങ്ങൾക്കും ശരിക്കും മനസ്സിലായത്. ഞങ്ങൾക്ക് അതുവരെ വലിയ ഇൻമേറ്റ്സ് കുറവായിരുന്നു. പക്ഷേ ഈ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി എൻക്വയറീസ് ഞങ്ങൾക്ക് ഇപ്പോൾ അവിടെ താങ്ങാൻ പറ്റാത്തത്ര ആളുണ്ട്. അവിടെ 100ഓളം ആളുകൾ ഇപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഈ എല്ലാവരും ഒരാൾക്ക് എത്ര രൂപ ചാർജ് ചെയ്യും? അവിടെ ചാർജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫുഡ്, ഹൗസ് കീപ്പിംഗ്, ലോണ്ടറി, അവിടെയുള്ള എല്ലാ ഫെസിലിറ്റീസിനും കൂടെയാണ് ചാർജ് ചെയ്യുന്നത്. ഒരാൾക്ക് 10,000 ആണ് ചാർജ് ചെയ്യുന്നത്. 10,000 ഒരു മാസം. അതെ. മിക്കവാറും ഈ മക്കൾ അടയ്ക്കുന്നുണ്ടോ ഈ 10,000 രൂപ വെച്ച്? ഇവർക്ക് അടയ്ക്കാൻ പറ്റാത്തതും മക്കൾ അടയ്ക്കുന്നുണ്ട്. മക്കൾ അതൊക്കെ അടയ്ക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ചിലപ്പോൾ ഒന്ന് കാണാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇപ്പം സപ്പോസ് മരിച്ചു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ വരാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർ പറയാറുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.